ഇതെന്താടോ? തന്റെ കയ്യിലിരിക്കുന്നത് മുത്തശ്ശിയുടെ ആഭരണ പെട്ടിയല്ലടോ? അതെ സാർ. ആ ഇപ്പൊ എങ്ങനെയുണ്ട്? ഒരു സംശയം പറഞ്ഞപ്പോ ആരും വിശ്വസിച്ചില്ലല്ലോ. കൂടെ നിന്ന് ചതിച്ചത് ആരാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? മണിക്കുഞ്ഞെ, തന്റെ അടുത്ത് ഞാനത് പ്രതീക്ഷിച്ചില്ലടോ. മുത്തശ്ശിയുടെ ആഭരണങ്ങൾ താൻ കട്ടോണ്ട് പോയതല്ലേടോ? എന്തൊക്കെ ഈ പറയുന്നേ? ആഭരണങ്ങളൊക്കെ ഒന്ന് മിനുക്കണമെന്ന് മുത്തശ്ശിയല്ലേ പറഞ്ഞ് ഏൽപ്പിച്ചത്? ഞാൻ ആരോട് പറഞ്ഞു? നിന്നോട് പറഞ്ഞിരുന്നോ? താനെന്തോടെ എന്നെ നോക്കുന്നേ? ആഭരണ പെട്ടിട്ട് താനല്ലോടോ കൊണ്ടുപോയെ? വിറ്റോ അതോ പണയം വെച്ചോ? ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിച്ചാലേ കളരിക്കളിയാണെന്നൊന്നും ഞാൻ നോക്കൂല. ആ എടാ, നീ കട്ടോണ്ട് പോയിട്ട് എന്റെ ഭാര്യ കുറ്റം പറയുന്നോടാ. അല്ല, നവീനത് വേണം. അങ്ങനെയാണല്ലോ കൊണ്ട് നടന്നത്. നിഴല് പോലെ നടന്നവനെ ചതിച്ച ചരിത്രം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ളൂ. നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ കൃത്യമായിട്ട് പറയാം സാറേ. ഞാൻ പറയാം സാറേ. താനൊന്നും പറയണോ? ഇത്ര നേരെ ഇവരുടെ മുന്നില് തന്നെ ഞാൻ ന്യായീകരിക്കായിരുന്നു. ഇനി അതില്ല. താൻ പുറത്തു വയ്ക്കോ. സാറേ ഞാൻ പറയട്ടെ. സത്യമല്ല സാറേ, ഞാൻ പറയുന്നത് കേൾക്കുന്നു. മനസ്സിലായി. പറയണ്ട. സാറേ ഞാൻ എല്ലാം പറയും സാറേ. സാറേ സത്യമല്ല സാറേ. ഇത്ര നേരമായിട്ട് സാറ് പോലും എന്നെ ഒന്നും വിളിച്ചില്ലല്ലോ. ഹലോ അമ്മച്ചി, ഞാനിവിടെ നവീസാന്റെ അടുത്ത് തന്നെയുണ്ട്. സാറ് കുറച്ച് ജോലി ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ഇതുവരെ കഴിഞ്ഞില്ലെന്നേ. ഞാൻ വന്നോളാം. അമ്മച്ചി കിടന്നൂന്നേ. ആ
സാറാകും. എന്താ സംഭവിച്ചെന്ന് എനിക്ക് സാറിനോട് തുറന്നു പറയണം. എന്നെ ചതിച്ചവരെയൊന്നും വെറുതെ വിടാൻ പാടില്ല. നവീന ഓഫീസിൽ പോവാറായില്ലേ? കുറച്ചു മുൻപ് ഞാൻ പോയി നോക്കുമ്പോ അവൻ തളർന്നിരിക്കുക. ഞാനും ഒന്നും സംസാരിക്കാൻ നിന്നില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. ഏറ്റവും അടുത്തവനല്ലേ ചതിച്ചത്. അതിന്ന് കരകയറണമെങ്കിൽ സമയമെടുക്കും. മാണിക്കുഞ്ഞെ, ലേറ്റായി, പെട്ടെന്ന് വണ്ടി എടുക്ക്. ഇയാളിത് എവിടെ പോയി കിടക്ക? വേഗം മാറോ. പറഞ്ഞു ശീലിച്ചോണ്ട് നേരം വെളുത്തപ്പം മുതല് ഞങ്ങളും അത് തന്നെയാ പറഞ്ഞോണ്ടിരിക്കുന്നേ.